ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണിത്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു ചോറ് നമുക്ക് വേവിച്ച് ഊറ്റി വെക്കണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരുപാട് വെന്തുടയരുത്, ഒരു 90% ഒക്കെ കുക്കായാൽ മതി. ഒരു ചെറിയൊരു വേവ് ബാക്കി നിൽക്കുന്ന സമയത്ത് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടാറട്ടെ. നമ്മൾ എത്ര ചൂടാറിയതിന് ശേഷമാണോ ഉണ്ടാക്കുന്നത് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി റൈസ് ഇവിടെ ഇരിക്കട്ടെ, ചൂടാറട്ടെ. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനൊരു കോഴിമുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന ഈ ഒരു ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എഗ്ഗ് ഓയിലിൽ നിന്ന് മാറ്റണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എഗ്ഗ് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ബോൺലെസ് ചിക്കൻ ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല, സോയാ സോസിൻ്റെ ഉപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോൺലെസ് ചിക്കനിലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് അതവിടെ കിടക്കട്ടെ. അതിന് ശേഷം മാത്രം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വരും. പിന്നെ നമ്മളിത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഈ ചിക്കനും ഈ പാനിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിയുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ. ഞാനിപ്പോൾ ആ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയുടെ ഒരു പകുതി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബീൻസാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ബീൻസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് 1/2 കപ്പ് തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും എഗ്ഗും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സോയാ സോസാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡാർക്ക് സോയാ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന സോയാ സോസ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്. നമ്മൾ സോയാ സോസ് ഒഴിച്ച് ടേബിൾ സ്പൂണാണ്, അത് വലിയ സ്പൂണായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസും സോയാ സോസും കുരുമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ സോയാ സോസ് ഒഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഉപ്പുരസം കൂടെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ഗ്രീൻ കളർ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചെറുതായിട്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ക്യാപ്സിക്കം എപ്പോഴും ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ ആ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണിത്. അപ്പോൾ ചോറ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ കുറച്ചായിട്ട് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചോറ് ഒരുപാട് വെന്ത് പോരുത്, ഒരു 90% മാത്രം കുക്കായാൽ മതി. ഒരു ചെറിയൊരു വേവ് ബാക്കിയുള്ള സമയത്ത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അരിയൊന്നും പൊട്ടാത്ത രീതിയിൽ. ഇതിലേക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അരി പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും കുറച്ച് വട്ടമുള്ള വലിയ പാത്രത്തിൽ ഉണ്ടാക്കുക. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ബാച്ചും നല്ലപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ഇതിലേക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സാധനങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കനും എഗ്ഗും വേണ്ടാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് ഇപ്പം തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അതല്ലെങ്കിൽ 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്തിട്ട് സെർവ് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.